BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യമില്ല എന്ന് കോടതി. IB ബിനു ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ നടപടികളും പൂർത്തിയായ സാഹചര്യത്തിൽ തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികൾ കോടതിയിൽ വാദിച്ചത്. തങ്ങളെ കസ്റ്റഡിയിൽ വെച്ച് ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതില്ലെന്നും പ്രതിഭാഗം കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെതിരെ പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി എതിർക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തത് ഗൗരവമേറിയ കുറ്റമാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ പ്രോസിക്യൂഷന്റെ പ്രത്യേക ആവശ്യപ്രകാരം ആക്രമണ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിച്ച് വിലയിരുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. റെയ്ഡ് വിവരം അറിഞ്ഞ് സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തിയ CPM പ്രവർത്തകർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നായിരുന്നു ആരോപണം. തുടർന്നാണ് പാളയം ലോക്കൽ സെക്രട്ടറി IB ബിനു അടക്കമുള്ളവർക്കെതിരെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പോലീസ് കേസെടുത്തത്. കേസിൽ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S നസീറ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാറും ED അഭിഭാഷകൻ സന്തോഷ് ജോസും വാദിച്ചിരുന്നത്. തുടർന്നാണ് ജാമ്യാപേക്ഷ തള്ളിയത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.